السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضوان الله. വിശുദ്ധ റമളാൻ അതിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളോടും കൂടി നമ്മിലേക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വാർഷിക ആഘോഷം പ്രഖ്യാപിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ സന്ദേശം വഹിച്ച് ബദറിൻ്റെ സ്മരണ ഉണർത്തി പാപമോക്ഷത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും സന്ദേശം വഹിച്ച് നരക കവാടങ്ങളെ കൊട്ടിയടച്ച് സ്വർഗ കവാടങ്ങളെ മലർക്കെ തുറന്ന് പിശാചുക്കളെയും കുഴപ്പങ്ങളുണ്ടാക്കുന്ന ജിന്ന് വിഭാഗത്തെയെല്ലാം ബന്ധസ്ഥരാക്കി വിശുദ്ധ റമളാനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ യജമാനനായ സൃഷ്ടാവ് ഈ വിശുദ്ധ മാസത്തിൽ സൃഷ്ടികൾക്ക് ഒരുക്കി വച്ചിട്ടുള്ളത്, അത് മുഴുവനും നേടിയെടുക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ദീർഘമായ വഴിത്താരയിൽ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള കർമ്മസമൃദ്ധമായ ഇന്നലകളിലേക്ക്, ത്യാഗബന്ധുരമായ ഉൾപ്പിരിവുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള നാഴിക കുറ്റിയായിട്ടാണ് വിശുദ്ധ റമളാനിനെ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം എത്രമാത്രം മെച്ചപ്പെട്ടതായിരുന്നു എന്ന് ചിന്തിക്കാനും, കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളും അപാകതകളും കുറ്റങ്ങളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അവകളെ പരിഹരിക്കാനും, ഇനി അങ്ങോട്ടുള്ള ജീവിതം സൃഷ്ടാവ് ഉച്ഛ്വാസവായു നീട്ടിത്തന്നാൽ ഇനി എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയ്ക്കും വേണ്ടിയാണ് വിശുദ്ധ റമളാനിനെ പ്രധാനമായും നാം ഉപയോഗപ്പെടുത്തേണ്ടത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ മനുഷ്യന്റെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അതാണ് വളരെ മൃഗീയമായ പൈശാചിക അംശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത്, അധർമ്മം ചെയ്യരുത് എന്ന ഒരു മാലാഖയുടെ പ്രേരണയും അതിൻ്റെ അംശവും മനുഷ്യരിൽ ഉണ്ട്. ഈ രണ്ട് വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള സംഘട്ടനമാണ് മനുഷ്യരിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ പൈശാചിക അംശം പരാജയപ്പെട്ട് മാലാഖയുടെ അംശം, മലക്കി പ്രകൃതം എവിടെയാണോ വിജയിക്കുന്നത്, ആ മനുഷ്യൻ അത്യുത്കൃഷ്ടനായി മാറുകയാണ്.
എവിടെയാണോ പൈശാചിക അംശം വിജയിക്കുന്നത് അവിടെ മനുഷ്യൻ പരാജയപ്പെടുകയും മൃഗത്തേക്കാൾ അവൻ അധപ്പതിച്ചു പോകുകയും ചെയ്യും. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉലൈക കൽ അൻആമി ബൽ ഹും അളല്ല്. അവർ മൃഗതുല്യരാണ്, അല്ല, ആ മൃഗത്തെക്കാളും അധപ്പതിച്ചവരാണ്. എന്നാൽ ഈ വിശുദ്ധ റമളാൻ ഇവിടെ നിർവഹിക്കുന്നത് അധാർമികതകൾക്കെതിരെ, തെറ്റുകൾക്കുള്ള പ്രേരണകൾക്കെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ഉൾഭിത്തികൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ് വിശുദ്ധ റമളാൻ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറയുന്നത് ലൈസ സിയാമു അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത് ബലി തശബ്ബുഹു ബിൽ മലായികത്തിൽ കിറാം. വ്രതം എന്ന് പറഞ്ഞാൽ കേവലം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല, നേരെ മറിച്ച് ബലി തശബ്ബുഹു ബിൽ മലായികത്തിൽ കിറാം, പാപസുരക്ഷിതരായ മാലാകമാരോട് സാദൃശ്യമാകലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാനിനെ സ്വീകരിച്ച് കഴിവിൻ്റെ പരമാവധി ആരാധനകളെ കൊണ്ട് സജീവമാകുന്ന ഓരോരുത്തരും ബാഹ്യമായ ഒരുക്കങ്ങൾക്കപ്പുറം വിശുദ്ധ റമളാനിനെ സ്വീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആത്മീയമായ രൂപത്തിൽ ഒരുങ്ങിക്കൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഹൃദയം ഏറ്റവും ശുദ്ധീകരിച്ചുകൊണ്ട് വേണം വിശുദ്ധ റമളാനിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടക്കാൻ. അതല്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ആരാധനകൾ നിഷ്ഫലമായി പോകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് തൻ്റെ ബോഡി ബിൽഡ് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓടിയത് കൊണ്ടോ ചാടിയത് കൊണ്ടോ ജിമ്മിൽ പോയത് കൊണ്ടോ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അവനിൽ രോഗങ്ങളില്ലാതിരിക്കണം. മാരകമായ രോഗങ്ങൾ പിടിമുറുകിയ ഒരു മനുഷ്യൻ തൻ്റെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിനു വേണ്ടി കായിക മുറകൾ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ല. ആദ്യം ആ രോഗത്തെ നിർമാർജനം ചെയ്തിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്താൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ്റെ ബോഡിയെ അവനക്ക് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ, അവൻ്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയം വിശുദ്ധമാക്കിയിട്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും. സൃഷ്ടാവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുന്നതായി മാറും. അതല്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പാഴ്വേലകളായി മാറിപ്പോകും. അതുകൊണ്ട് ആദ്യം വിശുദ്ധ റമളാനിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞാനുവർത്തികളാകുന്ന അനുയായി വൃന്ദം, അവരിൽ വളരെ പ്രധാനിയായ മഹാനരാകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് കൈഫ തസ്തഇദ്ദു ലിശഹ്രി റമളാൻ, വിശുദ്ധ റമളാനിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത് കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ശഹ്റ റമളാൻ ബിഗൈരി തുഹൂരിൽ ഖുലൂബ്, ഹൃദയം ശുദ്ധിയില്ലാതെ
വിശുദ്ധ റമദാനിനെ സ്വീകരിക്കൽ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഖൽബിന്റെ, ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. വിശാലമായ ഹൃദയത്തിന്റെ വാക്താക്കളായി നാം മാറണം. നമ്മെപ്പോലെ തന്നെ നമ്മുടെ സഹജീവികളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള വിശാലമായ ഹൃദയമാകണം. ഉദാഹരണം പറഞ്ഞാൽ, SSLC എഴുതുന്ന ഒരു കുട്ടിക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി നമ്മുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫുൾ A+ അവന് കിട്ടണം എന്ന് ഏത് മാതാവും പിതാവും തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സമാനമായ പ്രായക്കാരൻ അയൽപ്പക്കത്തെ വീടുകളിൽ SSLC എഴുതുന്നുണ്ടെങ്കിൽ, എൻ്റെ മകന് ഞാൻ ആഗ്രഹിക്കുന്ന വിജയം എൻ്റെ അയൽപ്പക്കത്തെ കുട്ടിക്കും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴേ പൂർണ്ണ വിശ്വാസിയാകുകയുള്ളൂ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ പൂർണ്ണ മോമിനാവുകയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അത് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ആ സന്തോഷം നമ്മൾ ആഗ്രഹിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയം വിശാലമാകുന്നത്. നാം നല്ല വാഹനം വാങ്ങിക്കുമ്പോൾ, വീട് നിർമ്മിക്കുമ്പോൾ, ഇതെൻ്റെ അയൽവാസിക്ക് വേണം, എൻ്റെ സമൂഹത്തിനും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഹൃദയം, ആ ഹൃദയമാണ് പരിശുദ്ധമായ ഹൃദയം. ആ ഹൃദയമാണ് വിശാലമായ ഹൃദയം. നാം നമ്മുടെ മകൾക്ക് വേണ്ടി നല്ല ഒരു വരനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ സുഹൃത്തുക്കളുടെയും മക്കൾക്ക് നല്ല വരൻ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാലാഖമാർ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ അഅതി മിസ്ലഹു. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് സമാനമായത് ഇവന് കൊടുക്കൂ എന്ന് ഒരു തെറ്റും ചെയ്യാത്ത മാലാഖമാരുടെ പവിത്രമായ നാവ് കൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കിട്ടാൻ കാരണമാകും, നാം നമ്മുടെ പ്രാർത്ഥനകളിൽ മറ്റുള്ളവരെയും ചേർത്ത് വച്ചാൽ. ഇതുപോലെ നമ്മുടെ ഹൃദയം വിശാലമാക്കി, കളങ്കരഹിതമാക്കി, വിശുദ്ധ റമദാനിൽ നമുക്ക് കഴിവിൻ്റെ പരമാവധി ആരാധനകൾ നിർവഹിക്കാൻ സാധിച്ചാൽ ഈ വിശുദ്ധ റമദാനിനെ നാം ഉപയോഗപ്പെടുത്തിയവരാകും. ഇന്ന് നാം ജീവിച്ചിരിക്കുന്നുണ്ട്, നാളത്തെ അവസ്ഥ നമ്മൾക്കറിയില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അദ്ദുനിയ സലാസു സആത്ത്, ദുനിയാവെന്ന് പറഞ്ഞാൽ അത് 3 സമയങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് മാമല, കഴിഞ്ഞുപോയ ഒന്നാണ്. ലൻ യർജിഅ അബദ, ലൻ തർജിഅ അബദ, അതൊരിക്കലും ഇനി തിരിച്ചു വരില്ല. രണ്ടാമത്തേത് ഇനി വരാൻ പോകുന്ന ഒന്നാണ്. മാഹുവ ഖാദിം, ഇനി മുന്നിടാൻ പോകുന്ന ഒന്നാണ്. ലാ തദിരി ഹൽ തസിലു ഇലൈഹ, നീ ആ മുന്നിടുന്ന കാലത്തിലേക്ക് എത്തിച്ചേരുമോ എന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല. എന്നാൽ മൂന്നാമത്തേത് മാ അന്ത ഫീഹി, നാം ഇപ്പൊ എവിടെയാണോ നാം ഉള്ളത്, നമ്മുടെ മുന്നിലുള്ള ഒരു കാലമാണ് അത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വഹുവ വഹിയ ഹഖീഖത്തു ദുനിയ, ദുനിയാവിൻ്റെ യഥാർത്ഥ സമയമാണത്. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളതിലേക്ക് ഇനി എത്തുമോ എന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളതിനെ നാം ഉപയോഗപ്പെടുത്തുക. അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ഇപ്പോൾ ഒരു വിശുദ്ധമായ മാസം നമ്മുടെ മുന്നിൽ സമാഗതമായിരിക്കുന്നു.
ഹൃദയത്തിൻ്റെ പരിപൂർണ വിശുദ്ധിയോടെ എന്തെല്ലാം സുഹൃതങ്ങളാണോ വിശുദ്ധ ഇസ്ലാം ഈ മാസത്തിൽ പരിചയപ്പെടുത്തുന്നത്, അവകൾക്കെല്ലാം നാം വലിയ പ്രാധാന്യം നൽകുക. ആദാ ഷഹ്റുൽ മുവാസാത്ത്, ഇത് പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാസമാണെന്ന് സ്നേഹദയാദികളുടെ സാക്ഷാൽ സ്രോതസ്സായ റബ്ബ് ആകാശലോകത്തവന്റെ മാലാഖമാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിരിക്കുകയാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യാൻ താല്പര്യമുള്ളവരെ നിങ്ങൾ മുന്നോട്ട് വരൂ. യാ ബാഇയ ശർരി അഖ്സിർ, തിന്മയുടെ ഉപാസകരെ നിങ്ങൾ ഉൾവലിയൂ. ഇത് നിങ്ങൾക്ക് പറ്റിയ മാസമല്ല. ഇത് നന്മ ചെയ്യാൻ, സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും താല്പര്യമുള്ളവർക്ക്, ജാതി മത വർഗ ഭാഷ ദേശ വ്യത്യാസമന്യേ, മനുഷ്യേതര ജീവജാലങ്ങൾ വ്യത്യാസമന്യേ എല്ലാവരെയും സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും ആരാധനകൾ നിർവഹിക്കാനും ശബ്ദം ശ്രവിക്കുന്ന ഏവർക്കും, നാമുമായി ബന്ധപ്പെട്ട ഏവർക്കും നാഥൻ തുണയ്ക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.